നമുക്കറിയുന്ന പോലെ രാജ്ഭവൻ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വിശദമായി കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഡോക്ടർ ഹെഗ്ഡേവാറിൻ്റെയും ഗോൾവാൾക്കറിൻ്റെയും ഫോട്ടോ കൂടി ചേർത്തിരിക്കുകയാണ്. ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. ഇനി അവിടെ എപ്പോഴാണ് ഗോഡ്സെയുടെ ഫോട്ടോ വെക്കുന്നത് എന്ന് മാത്രമേ ആലോചിക്കേണ്ടി വരൂ. കാരണം RSSൻ്റെ ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിയെക്കാളും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ നായകൻ ഗോഡ്സെയും അതുപോലെ തന്നെ സവർക്കറുമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ആ ഫോട്ടോ കൂടി വരുമെന്ന് പറയാൻ സാധിക്കില്ല. ഒരു ഭാഗത്ത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതാംബയുടെ പ്രശ്നം RSSൻ്റെ ചിഹ്നവും എല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെ അവിടെ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം, ഇപ്പോഴും ധനകാര്യ വിദഗ്ധൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അറിയുന്നത് പോലെ ട്രംപിൻ്റെ ഭാഗമായിട്ടുള്ള ചുങ്കം, ആ ചുങ്കത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേല, അതാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്. ആ ചുങ്കം ചുമത്തിയത് കേരളത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ആഗോളവൽക്കരണ നിലപാടിനും വർഗീയവൽക്കരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന രാജ്ഭവൻ മാറുന്നു എന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്ന, മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമുക്കറിയുന്നത് പോലെ യൂണിവേഴ്സിറ്റി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സിൻഡിക്കേറ്റിൽ SFI വൻ ഭൂരിപക്ഷം നേടി ജയിച്ചു എന്നുള്ളത് സത്യം. എന്നാൽ അവിടെ ഗവർണർ അവിടെ സംസാരിച്ച ഒരു കാര്യം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ്. രാഷ്ട്രീയ സമൂഹമല്ലേ ഇന്ത്യ? എന്താ സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് രാജ്യമാണോ? ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവും അരാജകത്വവാദവും സ്വത്വരാഷ്ട്രീയവും സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ നിലപാടുകളും വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാമെന്നല്ലേ പറയുന്നതിനർത്ഥം? പച്ച മലയാളത്തല്ലേ? ഇപ്പോൾ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ വരേണ്ടുന്ന ഈ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക? എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കാനാവുക? അപ്പോൾ തികച്ചും തെറ്റായ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കല്ല വേണ്ടത്, ശരിയായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. പുതിയ തലമുറയെ ശരിയായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പുതിയ തലമുറയാക്കി രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം.